പാഠം 530. ചില മരണാനന്തര ചിന്തകൾ. മോനേട്ടാ, ചായ. ഹലോ, ഇതെന്താണ് ഇതിന് മാത്രം അന്തം വിട്ട് വായിക്കാൻ ഈ പത്രത്തിൽ എന്തിരിക്കുന്നു? മോനേട്ടാ, എന്താണ് ഇത്ര വലിയ സംഭവം? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്രം വായിച്ചുകൊണ്ടെങ്കിൽ ശല്യപ്പെടുത്തരുതെന്ന്. ഇതിന് മാത്രം വായിക്കാൻ ഈ പത്രത്തിൽ എന്തിരിക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നിനക്ക് ജോലിയൊന്നുമില്ലേ? ശല്യപ്പെടുക ജോലി നോക്കൂ. എന്തൊരു കൂത്താ നോക്കണേ. മോഹനേട്ടാ, ഫോൺ. മോഹനേട്ടാ, ഹലോ. വിദ്യ, എന്താ രാവിലെ? ഓർമ്മയുണ്ട്. പക്ഷേ മോഹനോട്ടോട് എങ്ങനെ കാര്യം പറയുമെന്ന് എനിക്ക് പേടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫീസ് കാര്യത്തിൽ നീ ഇടപെടേണ്ട ഭാമിയെന്ന് പറയും. എന്തായാലും നിന്റെ അമ്മാവന്റെ കാര്യമല്ലേ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. രാവിലെ തന്നെ പത്രത്തിൽ തലകുത്തി കിടക്ക്. പത്രം വായന കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വിളിച്ചെന്തിനാണ് എനിക്ക് മനസ്സിലായോ? ഇല്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മളെ പറ്റി ആളുകൾ ചിന്തിക്കുന്നത്. മനസ്സിലായില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മളെ കുറ്റപ്പെടുത്തിക്കളെ. മോഹനേട്ടൻ ഇപ്പൊ ആരെ കുറ്റപ്പെടുത്തിയേ? അല്ല, അങ്ങനെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുകയായിരുന്നു. മറ്റുള്ളവർ അങ്ങനെ കരുതുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ, അല്ലേ? മോഹനേട്ടന്റെ മനസ്സിൽ എന്തുകൊണ്ട്? അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ഒന്നുമില്ല. പിന്നെ മോഹനേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിദ്യാലക്ഷ്മി വിളിച്ചിരുന്നു. എന്തിന്? അവളുടെ അമ്മാവന്റെ ഒരു കാര്യം പറയാൻ. എനിക്ക് മനസ്സിലായി. അയാളുടെ വസ്തു പോക്കുവരവ് ചെയ്യാനായി വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. സർവേ നമ്പറിലെ തെറ്റ് തിരുത്തിക്കൊണ്ട് വരാതെ അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നിയമപരമായിട്ട് മോഹനേട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷേ മോഹനേട്ടൻ വിചാരിച്ചാൽ പോക്കുവരവ് നടത്താം. ഞാനത് നടത്തുകയും ചെയ്യും. വിദ്യാലക്ഷ്മിയുടെ അമ്മാവനോട് ഒരു 11 മണിയാകുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറയൂ. എന്താ നീ അന്തം വിട്ട് നോക്കുന്നത്? ഇത്തരം തെറ്റുകൾ വരുത്തിയാൽ ഭാവിയിൽ ബുദ്ധിമുട്ടുന്നത് പുള്ളിക്കാരൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞേക്കൂ. ഇത്തവണത്തേക്ക് കാര്യം ശരിയാക്കി തരാം. മോഹനേട്ടാ, വേറെന്തെങ്കിലും? അപ്പൊ നീ പോയി കാപ്പിടുത്ത് വെക്ക. എനിക്ക് പോകുന്നതിനായി. ഒന്നുമില്ല, വെറുതെ ഞാൻ നോക്കിയേ ഉള്ളൂ. എന്താ പറ്റിയേ? ഇനി കളിയാക്കി തരിക്കോ? എന്നോടിങ്ങനെ മയത്തി പറഞ്ഞിട്ട് ഒടുവിൽ വിദ്യയുടെ അമ്മാവൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ തന്തയ്ക്ക് വിളിക്കാനാണോ പരിപാടി? ആള് വില്ലേജ് ഓഫീസറാ, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അതെന്താ ഇപ്പൊ എങ്ങനെ ഒരു ചോദ്യം? നീ പറ, എന്നെ പറ്റി നിന്റെ ശരിക്കുള്ള അഭിപ്രായം എന്താണ്? ഇതെന്താണ് കാര്യം പറ. അല്ല, ഞാൻ വലിയ ദേഷ്യക്കാരനും വാശിക്കാരനും എടുത്തിയാട്ടക്കാരനുമാണെന്നൊക്കെ നിനക്കൊരു ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. അത്
കുറെയൊക്കെ ശരിയാണ് താനും. എന്നാലും മൊത്തത്തിൽ എന്നെ പറ്റി എന്ത് പറയുന്നേ? ഞാൻ നല്ലതാണോ ചീത്തയാണോ? രാവിലെ എന്താ പറ്റിയത്? എന്തോ കാര്യമായിട്ട് മനസ്സ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഒന്നുമില്ല. അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഞാനും നീയും തമ്മിൽ ഒരുപാട് വഴക്കൂടിയിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. എപ്പോഴെങ്കിലും എന്നെ കല്യാണം കഴിച്ചത് അബദ്ധമായി പോയി എന്നെ തോന്നിയിട്ടുണ്ടോ? ഇതെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെ, അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഈ വഴക്ക് നോക്കുമ്പോ 1-2 പ്രാവശ്യം നീ പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചതാണ് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന്. അത് നീ ശരിക്കും പറഞ്ഞാണോ? ഞാൻ പറഞ്ഞതിന്റെ ഇരട്ടി പ്രാവശ്യം അത് മോഹനേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ മോഹനേട്ടൻ രക്ഷപ്പെട്ടു പോയാനേ എന്ന്. അപ്പൊ അതോ? അത് ഞാൻ വെറുതെ വാശിക്ക് പറഞ്ഞല്ലേ. അപ്പൊ ഞാനും വാശിക്ക് പറഞ്ഞതാ. അപ്പൊ ശരിക്കും നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇത് മുഴുത്ത ഭ്രാന്ത് തന്നെയാണല്ലോ. എനിക്ക് മോഹനേട്ടനോട് സ്നേഹം ഉണ്ടെന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ? ചില കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മനസ്സിലാവും. പോടുന്ന ഇത് മനസ്സ് വേറെന്തോ ആണ്. അതെന്താണെന്ന് മനസ്സുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേണ്ട. അയ്യോ, ഞാൻ ഷർട്ട് കൊണ്ടും തേച്ചില്ല. എന്റെ ഷർട്ടും മുണ്ടും എല്ലാ ദിവസവും തേച്ച് ചേർന്ന് നീയാണ്. അതില് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നാരും പറഞ്ഞു? അല്ല, നമ്മുടെ നാട്ടിലെ പല ആണുങ്ങളും അവരുടെ ഷർട്ടും മുണ്ടും തനിയെ തേക്കുകയും അലക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അവരുടെ ഭാര്യമാർക്ക് വീട്ടില് വേറെ ജോലിയൊന്നും കാണുകയില്ല. അങ്ങനെയുള്ള ഭാര്യമാരെ കാണുമ്പോൾ നിനക്ക് തോന്നില്ലേ എന്റെ ഭർത്താവും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലെന്ന്? സാറിന് ഇതെന്താ പറ്റിയത്? എന്നെ കളിയാക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണല്ലോ. നിന്റെ പല ആഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കാറുമുണ്ട്. നിനക്ക് കാർ വാങ്ങണമെന്ന് പറഞ്ഞു, ഞാൻ പറ്റില്ല എന്ന്. ഇടയ്ക്കിടെ നീ സാരിയും ചുരിദാറൊക്കെ വാങ്ങണമെന്ന് പറയുമ്പോൾ ഞാൻ എതിർക്കാറുമുണ്ട്. അതൊക്കെ നിനക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. മോഹനേട്ടാ, പറ്റുന്നിടത്തോളം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ് എൻ്റെ നയം. ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് വിഷമമാവൂ എന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പക്ഷേ കാർ വാങ്ങുന്നത് ധൂർത്താണ് എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സമ്മതിക്കാത്തത്. അപ്പൊ കാർ വാങ്ങണ്ട. പക്ഷേ അതിന്റെ പേര് നിനക്കെന്നോട് വിരോധം തോന്നില്ലേ? മോഹനേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും എന്റെ ഇഷ്ടങ്ങളെക്കാട്ടിലും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് മോഹനേട്ടൻ ഇഷ്ടങ്ങൾക്കാ. എന്റെ ആവശ്യങ്ങൾ അത് എത്ര ന്യായമുള്ളതായാലും അതിനുവേണ്ടി വാശി പിടിക്കുന്നത് മോഹനേട്ടന് പ്രയാസമാകും എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങ് വിടും. അപ്പൊ നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല? ഈ ചോദ്യം ഇത് മോഹനേട്ടൻ എത്രാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കുക, എന്താണ് സാറിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാൻ വെറുതെ ആലോചിക്കുകയായിരുന്നു. കുറെ നാള് കഴിയുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോകില്ലേ? അതിപ്പോ ആലോചിച്ചില്ലെങ്കിലും മരിച്ചു പോവും. നമ്മളിൽ ആദ്യം മരിക്കുന്നത് ഞാനാണെന്ന് ഇരിക്കട്ടെ. അല്ല, വെറുതെ ഊഹിക്കാൻ വേണ്ടി പറഞ്ഞ. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ എന്നെ പറ്റി എന്തായിരിക്കും പറയുക? ഞാൻ മരിച്ചു കഴിഞ്ഞ് നിന്റെ ഒരാഗ്രഹവും സാധിച്ചു തരാത്ത, നിന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്ന, ഞാൻ പറയുന്നതൊക്കെ അനുസരിപ്പിച്ച് നിന്നെ കഷ്ടപ്പെടുത്തിയ ഒരാളാണ് മരിച്ചു പോയത് എന്ന് നീ പറയോ? ഇത് മൂത്ത പ്രാന്താണ്. വേറെ ഒരു പണിയില്ലേ മോഹനേട്ടന്? ഹലോ, അതെ ഉത്തമനാണ്. ശേഖരൻകുട്ടി, നിന്റെ കാര്യം ഞാൻ മോഹനേഷ് സാറിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. സാറ് വന്ന് സ്ഥലം അളന്ന് തരാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ അതിനുള്ള സമയം കിട്ടണ്ടേ? ഒരു കാര്യം, ഞാൻ സാറിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം വിളി. ശരി ശരി ശരി.
ഈശ്വര, തേടി വള്ളി കാലി ചുറ്റി. ദാ വരുന്നു മോഹനേഷ് സാറ്. നമസ്കാരം സാറേ. നമസ്കാരം. അവന് സാറേ ആ ശേഖര കുട്ടി ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. അവന്റെ സ്ഥലം അളന്നു കൊടുക്കാന്ന് സാർ അന്ന് പറഞ്ഞതാണല്ലോ. സാറിന് ഈ ആഴ്ച സമയം ഉണ്ടാവുമോ എന്ന് അവൻ ചോദിച്ചേ. ഈ ആഴ്ച ഞാൻ ഭയങ്കര തിരക്കില്ല. എന്നാലും ശേഖരൻ കുട്ടി ചോദിച്ച സ്ഥിതിക്ക് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ചെന്ന് അളന്നു കൊടുക്കാന്ന് പറഞ്ഞേക്ക്. ഒയ്യോ വലിയ ഉപകാരം സാറേ. ഞാനേ ശേഖരൻ കുട്ടിയെ വിളിച്ച് പറഞ്ഞേക്കാം. ഉത്തമ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉത്തമൻ സത്യം പറയണം. എന്താണ് സാറേ? ഉത്തമൻ എന്നെ പറ്റി എന്താണ് അഭിപ്രായം? സാറിനെ പറ്റിയ? അതെ, ഞാനും ഉത്തമനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് 4-5 വർഷമായല്ലോ. ഇതിനിടയ്ക്ക് മിക്കവാറും എല്ലാ ദിവസവും ഞാനും ഉത്തമനും തമ്മിൽ കാണാറുമുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതും ചെയ്തു തരുന്നതും ഉത്തമനാണ്. അതുപോലെ ഉത്തമൻ പല കാര്യങ്ങൾക്കും എന്നോട് സഹായം ചോദിക്കാറുണ്ട്. ഈ പ്രദേശത്ത് എനിക്ക് ഉത്തമന്റെ അത്ര പരിചയമുള്ള വേറെ ആരുമില്ല. ശരിയല്ലേ? അപ്പോ ഉത്തമന് എന്നെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. എന്താണ് ഉത്തമൻ എന്നെ പറ്റിയുള്ള അഭിപ്രായം? അതിപ്പോ സാറിന് മാന്യനാണ്, സത്യസന്ധനാണ്, 10 പൈസ കൈക്കൂലി വാങ്ങില്ല, വലിയ പ്രകൃതി സ്നേഹിയാണ്. അതൊക്കെ ആയിരിക്കുമല്ലോ എന്റെ അഭിപ്രായം. ഇതൊക്കെ നാട്ടുകാർ മുഴുവനെ പറ്റി പറയുന്നതാണ്. ഉത്തമന്റെ അഭിപ്രായം എന്താണ് എന്നാണ് എനിക്കറിയേണ്ടത്. എന്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് സാറേ. ഞാൻ ഉത്തമന്റെ പല കാര്യങ്ങളും നടത്തി തരാതിരുന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഉത്തമനോട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പേരിൽ ഉത്തമന് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ദേഷ്യമൊന്നുമില്ല സാറേ. സത്യമാണോ? അതെ സാറേ. കുറെ കഴിയുമ്പോ നമ്മളൊക്കെ മരിച്ചു പോകുമല്ലോ. മരിച്ചു. ഉത്തമൻ മരിക്കുന്നതിന് മുമ്പ് ഞാനാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഉത്തമൻ എന്തായിരിക്കും പറയുക? സാറേ, മരിക്കുന്ന ആയിരിക്കും ഇപ്പൊ ആലോചിക്കുന്നതിന്. എന്നാലും ഉത്തമൻ പറയൂ, ഞാൻ മരിച്ചു കഴിയുമ്പോ അയാൾ മരിച്ചത് നന്നായി, വില്ലേജ് ഓഫീസിലെ ഒരു കാര്യവും സമയത്ത് ചെയ്തു തരില്ലായിരുന്നു അയാൾ എന്നാവോ ഉത്തമൻ പറയുക? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല സാറേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പറയരുത്. സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞാൻ ആദ്യമായൊരു സംശയം ചോദിച്ചല്ലേ. എന്റെ പൊന്ന് സാറേ, ഈ കാര്യത്തിൽ ഇതിൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പൊ ഞാൻ പോട്ടെ. പിന്നെ സാറേ, വെള്ളിയാഴ്ച ശേഖർകുട്ടിയുടെ സ്ഥലം അളക്കുന്ന കാര്യം മറക്കല്ലേ സാറേ. എന്തൊക്കെ സംശയങ്ങൾ. ഉത്തമൻ അങ്ങനെ മാറ്റി പറയില്ലായിരിക്കും. സാറിനോട് പറഞ്ഞ എന്താ പറയാന്നറിയില്ല. പക്ഷേ അമ്മയെ കൊണ്ട് ഇന്ന് ആശുപത്രി പോയേ പറ്റൂ. എങ്കിൽ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുത്തുകൂടായിരുന്നോ പ്രഭയ്ക്ക്? എങ്ങനെ കാഞ്ഞന സാറേ, ക്യാഷ് ലീവ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ തീർന്നു. അല്ലെങ്കിൽ തന്നെ 2 മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. 3 മണിക്ക് പോകാൻ മോഹനേഷ് സാറ് സമ്മതിച്ച ഞാൻ രക്ഷപ്പെട്ടു. എന്താ ഇന്നത്തെ ചർച്ച? അല്ല സാർ, പ്രൊഫസറിന്റെ അമ്മയെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് ഇന്ന്. സാറിനിന്ന് കുറച്ച് നേരത്തെ പോയാൽ കൊള്ളാമെന്ന് പറയായിരുന്നു. പ്രഭയുടെ അമ്മയെ ഡോക്ടറെ കാണിക്കുന്ന കാര്യം പ്രഭയ്ക്ക് പറയാമല്ലോ. അതെന്തിനാ ശിശുപാലിന്റെ സഹായം? എത്ര മണിക്കാണ് സ്വയം പ്രഭയ്ക്ക് പോകേണ്ടത്? ഒരു 3 മണിക്ക് പോയിരുന്നേ നന്നായിരുന്നു സാർ. ജോലിയുടെ അത്യാവശ്യം തീർത്തിട്ട് 3 മണിക്ക് പൊയ്ക്കോളൂ. അമ്മയെ ആശുപത്രി കൊണ്ടുപോകേണ്ടത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ശിശുപാല, എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനസ്സിലായില്ലേ? നിങ്ങളുടെ മേലധികാരി എന്ന നിലയിൽ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അല്ല സാർ, അങ്ങനെ ചോദിച്ചാൽ സാർ സത്യസന്ധനായ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. കാഞ്ചന എന്ത് പറയുന്നു? എന്റെ അഭിപ്രായം അത് തന്നെയാണ് സാർ. പ്രത്യേകിച്ച് സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു മേലുദ്യോഗസ്ഥനാണ് സാറ്. സ്വയം പ്രഭ. സാർ
സാറ് നല്ല മനുഷ്യനാണ്. ഒരാളുടെ പ്രയാസം കണ്ട മനസ്സലിയുന്ന ആള്. ഞാൻ മരിച്ചുപോയെന്ന് കരുതുക. അപ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെ പറയൂ. മനസ്സിലായില്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതൊക്കെ മാറ്റി പറയുമോ എന്ന്. ഇല്ല സാർ. അതെന്താ ശിശുപാലൻ ചേട്ടാ അങ്ങനെ ഒരു ചോദ്യം? എന്തോ പ്രശ്നമുണ്ടല്ലോ. സാറിപ്പം മരിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തിനാ? ഇനിയിപ്പോ വല്ല ക്യാൻസർ ആയിരിക്കും. ദൈവത്തെ ഓർത്ത് ഐശ്വര്യമുള്ള നാക്കെടുത്ത് വളക്കരുത്. എന്റെ പൊന്ന് വക്കീലെ, ആദ്യ സാറ് വന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ സാറ് ചോദിച്ചതിനുള്ള മറുപടി എന്നെ കൊണ്ട് പറഞ്ഞേ അടങ്ങൂ എന്നുള്ള അവസ്ഥ വന്നപ്പോ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഉച്ചയ്ക്ക് ആശുപത്രിയിൽ വെച്ച് പ്രഭസാറിനെ കണ്ടപ്പോ പ്രഭസാറും പറഞ്ഞു മോഹനേരി സാറ് വില്ലേജ് സകലരോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചെന്ന്. അതോടെ സത്യം പറഞ്ഞ വക്കീൽ എനിക്കും പേടിയായി. എന്താണ് വക്കീലെ പ്രശ്നം? ഒരു പ്രശ്നമില്ല ഉത്തമ. മോഹനേട്ടൻ രാവിലെ തന്നെ എന്നോട് ഈ ചോദ്യം ചോദിച്ചതാണ്. ആദ്യം ഞാൻ കരുതി എന്നെ കളിയാക്കാണെന്നാ. പിന്നെയും ചോദിച്ചപ്പോ ഉത്തമൻ പേടിച്ചു പോലെ ഞാനും പേടിച്ചുപോയി. അല്ല, സാറിന് എന്തെങ്കിലും അസുഖമോ മറ്റോ ആണെന്നാണ് എന്റെ സംശയം. പറഞ്ഞു വരുമ്പോ ഇതൊരു അസുഖം തന്നെയാണ്. പക്ഷേ ഈ അസുഖത്തിന് ചികിത്സയില്ല. അയ്യോ, വക്കീൽ കാര്യം പറ. മോഹനേട്ടൻ രാവിലെ ആഫീസിൽ പോയി കഴിഞ്ഞു. ഞാൻ മോഹനേട്ടൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചു. എന്തോ കാര്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ എന്താണെന്ന് മാത്രം എനിക്ക് പിടികിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേശപ്പുറത്ത് കിടന്ന ഇന്നത്തെ പത്രം ഞാൻ ശ്രദ്ധിച്ചത്. രാവിലെ അന്തം വിട്ടിരുന്ന പത്രത്തിൽ എന്തോ വായിക്കുന്നത് ഞാൻ കണ്ടിരുന്നതാണല്ലോ. പത്രത്തിൽ എന്തോന്ന്? ഇന്ന് ഡിസംബർ 10. അതെ. നൊബേൽ സമ്മാനം വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്നെന്ന് ഉത്തമൻ അറിയാമോ? ഇല്ല. നൊബേൽ സമ്മാനം എന്നൊരു സമ്മാനമുണ്ട്. ഉത്തമൻ അതെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ അത് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഭാഗ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട പുരസ്കാരമാണ് നൊബേൽ പുരസ്കാരം. ആ പുരസ്കാരം നിലവിൽ വരാനുണ്ടായ ഒരു കാരണത്തെ പറ്റി ഒരു കഥയുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉത്തമ, സ്വീഡനിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിരുന്നു ആൽഫ്രഡ് നൊബേൽ. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് അദ്ദേഹമാ. കട്ടിയുള്ള പാറ പോലുള്ള വസ്തുക്കൾ പൊട്ടിക്കാനായിട്ടാണ് ആൽഫ്രഡ് നൊബേൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. പക്ഷെ പിന്നീട് ആ ഡൈനാമിറ്റോ അതിന്റെ രൂപാന്തരങ്ങളോ ഉപയോഗിച്ച് ലോകം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഡൈനാമിറ്റിന്റെ പേറ്റന്റ് നോബലിനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കോടിക്കണക്കിന് ഡോളർ പ്രതിഫലമായിട്ട് കിട്ടി. ജീവിച്ചിരുന്ന കാലത്തെ സ്വീഡനിലെ ഏറ്റവും സമ്പന്നരായ ആളുകളിൽ ഒരാളായിരുന്നു ഈ ആൽഫ്രഡ് നൊബേൽ. ലോകം മുഴുവനും ഒരു സമ്പന്നൻ എന്ന നിലയിലും ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് നൊബേൽ കരുതി. മോഹനകൃഷ്ണ സാറിനെ പറ്റി നാട്ടുകാർ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് സാറ് കരുതുന്ന പോലെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നൊബേലിന്റെ സഹോദരൻ മരിച്ചു. പക്ഷെ പത്രമാഫീസിൽ പേര് മാറി മരിച്ചത് ആൽഫ്രഡ് നൊബേലാണ് എന്ന വാർത്തയാണ് എത്തിയത്. സ്വീഡനിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം പിറ്റേ ദിവസത്തെ പത്രത്തിന്റെ മുൻ പേജില് അദ്ദേഹത്തിന്റെ ചരമ വാർത്ത കൊടുത്തു. മരണത്തിന്റെ വ്യാപാരി അന്തരിച്ചു എന്നതായിരുന്നു ആ വാർത്ത. നൊബേൽ മനുഷ്യ സമൂഹത്തിന് ചെയ്ത ദ്രോഹങ്ങളെ പറ്റി പത്രം വിശദമായിട്ട് തന്നെ എഴുതുകയും ചെയ്തു. അത് വായിച്ചതോടെ നൊബേലിന് മനസ്സിലായി തന്നെ ബഹുമാനിക്കുന്നു എന്ന് പുറമേ നടിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ തന്നെ വെറുക്കുകയാണ് എന്ന്. ആ കുറ്റബോധത്തിൽ നിന്നാണ് സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് ശാസ്ത്രത്തിനും ലോക സമാധാനത്തിനും വലിയ സംഭാവനകൾ ചെയ്തവർക്ക് പുരസ്കാരം നൽകാൻ തുടങ്ങിയത്. ഇന്ന് രാവിലെ പത്രത്തിൽ ആ കഥ വായിച്ചതോടെ വില്ലേജ് ഓഫീസർക്കും ചെറുതായിട്ട് സംശയം തോന്നി. ആളുകൾ പുറമേ കാണിക്കുന്ന ഈ ബഹുമാനം ശരിക്കും ഉള്ളതാണോ? സാറ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിരിക്കുമോ എന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇറങ്ങി നടന്ന് ആളുകളോട് അങ്ങോട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്. വരുന്നുണ്ട്. എന്താ ഉത്തമ ഈ സമയത്ത്? ഒന്നുമില്ല സാറേ. ഉത്തമൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്തിന്? ഒരു വളരെ പ്രശസ്തനായ വില്ലേജ് ഓഫീസർ മരിച്ചു കഴിയുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പറ്റി മോശമായ കാര്യങ്ങൾ പറയാൻ ഇടയുണ്ട് എന്ന് കരുതുക.
ആ ചീത്തപ്പേര് മാറ്റാനായി ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. ആ അവാർഡിന് ലോകസമാധാനത്തിനുള്ള കെ മോഹനകൃഷ്ണൻ പുരസ്കാരം എന്നാണോ ലോകസമാധാനത്തിനുള്ള വില്ലേജ് ഓഫീസർ പുരസ്കാരം എന്നാണോ പേരിടേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിക്കായിരുന്നു. സാറേ, പത്രത്തിൽ എന്തെങ്കിലും വായിച്ചതിന്റെ പേരിൽ വെറുതെ ആളിനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു വക്കീലേ. ആ ഇഷ്ടക്കേട് ഞാൻ ഇപ്പൊ അങ്ങ് മാറ്റില്ലേ. ഉത്തം പോയിക്കോ. ശരി ശരി. ഇതാണ് ഞാൻ പറയുന്നത്, ആവശ്യമില്ലാതെ ഒരു പത്രം വായിക്കരുത്. വെറുതെ ഓരോന്ന് വായിച്ചിട്ട് നമ്മൾ മേടിക്കേണ്ട കാര്യം തോന്നുന്നേ. ഇതൊക്കെ വിവരമുള്ളവർക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളെ. മോഹനേട്ടാ അപ്പോഴേക്കും പിണങ്ങിയോ? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? എന്തിനാ ഉത്തു വിളിച്ച് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതെന്തായാലും കൊള്ളാം. വഴി വെച്ച് കണ്ടപ്പോ ഉത്തമനോട് വേണ്ടാത്ത കാര്യങ്ങൾ മോഹനേട്ടന് ചോദിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. മോഹനേട്ടൻ ആ ചോദ്യം കേട്ടപ്പോഴേ ഉത്തമന് സംശയമായി. ആശുപത്രി വെച്ച് സ്വയംപ്രഭയെ കണ്ടപ്പോൾ വില്ലേജ് ഓഫീസിൽ നടന്നത് പ്രഭയും പറഞ്ഞു. പാവ ഉത്തമൻ വിചാരിച്ചു മോഹനകൃഷ്ണൻ സാറ് എന്തോ മാരകമായ രോഗമെന്ന് മരിക്കാൻ പോവാണ് എന്ന്. അത് ചോദിക്കാനാ ഉത്തമൻ വന്നത്. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നോർത്ത് പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? മോഹനേട്ടന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ലേ മോഹനേട്ടൻ ചെയ്യാറുള്ളൂ. ആ അതാണ് ശരിയായ രീതിയും. നാട്ടുകാര് പിന്നെ എന്ത് പറഞ്ഞാൽ എന്താ? എന്നാലും പത്രത്തിലെ ആ ലേഖനം വായിച്ചപ്പോ ഒരു കുഴപ്പമില്ല. ഈ വില്ലേജ് ഓഫീസർ അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ മരിക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ വിടുവോ വില്ലേജ് ഓഫീസറെ? മോഹനേട്ടൻ പ്രമോഷനൊക്കെ കിട്ടി, തഹസിൽദാരായി, കളക്ടറായി, വലിയ കേമനായി, നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിട്ടേ മരിക്കൂ. അതുപോലെ ഈ കാട്ടുപോത്തിന്റെ കൂടെ കുറേ വർഷങ്ങൾ വഴക്കുണ്ടാക്കാതെ ജീവിച്ചതിന്റെ പേരിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം എനിക്ക് കിട്ടിയിട്ടേ ഞാനും മരിക്കുള്ളൂ. എന്നിട്ട് മരിച്ച മതി. മതി. അയ്യോ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഓർത്ത് പേടിക്കുന്നത് ഏത് കണക്കിന് നോക്കിയാലും വിഡ്ഢിത്തമാണ്. പക്ഷേ മോഹനകൃഷ്ണൻ ഒരു സാധാരണക്കാരനല്ലാത്തതിനാൽ അങ്ങനെയും ചിന്തിച്ചുപോയി എന്ന് മാത്രം. വിവിധ മേഖലകളിലെ അതുല്യമായ സംഭാവനകൾക്ക് നൊബേൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.